Good evening. Good evening, Good sir. evening, sir. Good evening, sir. Good evening, sir. Good evening. Silent prayer എടുത്തോ. ലാസ്റ്റ് പറഞ്ഞ കാര്യം നോക്കി പെട്ടെന്ന് ലാസ്റ്റ് പറഞ്ഞ nomenclature of alkanes ആണ് നോക്കിക്കൊണ്ടത്. nomenclature of hydrocarbons. nomenclature of branched hydrocarbons അല്ലേ? nomenclature of branched hydrocarbons. Elizabeth. റൂൾസ് എന്ന് പറഞ്ഞു. റൂൾസ് ഓഫ് നെയിമിംഗ് എ branched hydrocarbon. Identify the main chain. അത് മെയിൻ ചെയിനിൽ നമ്പർ ചെയ്യണം, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും. അതിനകത്ത് ബ്രാഞ്ച് ആയിട്ട് വന്നിരിക്കുന്നതിൽ സ്മോളസ്റ്റ് നമ്പർ എടുക്കണം. അത് കഴിഞ്ഞ് സ്മോളസ്റ്റ് നമ്പർ ആദ്യം എഴുതിയിട്ട് ഹൈഫൻ ഇടണം. ഹൈഫൻ ഇട്ട് കഴിഞ്ഞിട്ട് ബ്രാഞ്ചിന് പേര് കൊടുക്കണം. അത് കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ നോക്കി. പിന്നെ മെയിൻ ചെയിൻ്റെ പേര്, വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. എക്സാമ്പിൾ വെക്കാം. നിങ്ങൾ പറയണോട്ടോ, അത് ചോദിക്കുന്ന ആള് പറയാം. Sharon. Name this compound. റൂൾ അനുസരിച്ചാണ് പറയേണ്ടത്, പേര് മാത്രം പറഞ്ഞു? പേര് പറഞ്ഞു നോക്കട്ടെ, കറക്റ്റ് ആണെങ്കിൽ റൂൾ പറഞ്ഞു. 2 ഹൈഫൻ methyl butane ശരിയാണോ അത്? 2-methyl butane ശരിയാണ് കേട്ടോ. ഇതിലെ ലോങ് ചെയിൻ എന്ന് പറയുന്നത്, ഇതിലെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ആയിട്ടുള്ള ചെയിൻ ആണ്. ഇതുമാണ് രണ്ട് ചെയിൻ ഉണ്ട്. രണ്ടിലും മാക്സിമം 4 കാർബണാറ്റം ഉണ്ട്, ഇതില് 3 കാർബണാറ്റം ഉണ്ട്. നമ്മൾ ഏത് എടുക്കുള്ളൂ? മാക്സിമം നമ്പർ ഓഫ് കാർബണാറ്റുള്ള ചെയിനുകൾ എടുക്കും. ലോങ് ചെയിൻ തന്നെ എന്താണ്, അതിൽ ഏറ്റവും കൂടുതൽ കാർബണാറ്റം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ മെയിൻ ചെയിൻ ആയിട്ട് ഫിക്സ് ചെയ്തു. അതിന്റെ നമ്പർ ചെയ്യണം, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് നമ്പർ ചെയ്യണം. 1 2 3 4 തിരിച്ച് 1 2 3 4. ബ്രാഞ്ച് ഇതാണ്. ബ്രാഞ്ച് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ, അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയേക്കണം. ഈ മെയിൻ ചെയിൻ കഴിഞ്ഞാൽ ബാക്കി എല്ലാം ബ്രാഞ്ച് ആണ്. ഇതാണ് ബ്രാഞ്ച് വന്ന കാർബണാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിലുള്ള 2 നമ്പേഴ്സ് നോക്കണം. ഇതിന്റെ 2 നമ്പേഴ്സ്, ആ 2 നമ്പേഴ്സിൽ ലോവസ്റ്റ് നമ്പർ എടുക്കും. ലോവസ്റ്റ് നമ്പർ ഇവിടെ 2 ആണ്, അതുകൊണ്ട് 2-methyl butane പേര്. സെക്കൻഡ് പൊസിഷനിൽ ഈ CH3 എന്ന് പറഞ്ഞ ബ്രാഞ്ചിന്റെ പേര് മീത്തൈൽ എന്നാണ്. CH3 എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഒരു കാർബണാറ്റം വന്നു കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിന്റെ പേര് മീത്ത് എന്നാണ്. കാർബണാറ്റത്തിന്റെ നമ്പർ അനുസരിച്ചാണ് മീത്ത്. YL ആഡ് ചെയ്യും, മീത്തൈൽ. മെയിൻ ചെയിൻ 4 കാർബണാറ്റം ഉണ്ട്, ബ്യൂട്ടൈൽ. ഒരു ക്വസ്റ്റ്യൻ കൂടി.
ഇതില്ല കേട്ടോ, റൈറ്റ് സൈഡിലുള്ളതില്ല. CH2 ആണ് സെന്ററിൽ വന്നത്. CH2 അല്ല CH ആണ്. Name this compound. Alamine. Sir, Name this compound. 2 2 methyl ethyl prop AN. ഓക്കെ, അതില് മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. നമ്മൾ ഏത് ചെയിൻ എടുത്താലും അത് മെയിൻ ചെയിൻ ആണ്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു. നമ്പർ ചെയ്യണം. ഇപ്പൊ ലെഫ്റ്റിന്ന് റൈറ്റിലൂടെ നമ്പർ ചെയ്താലും റൈറ്റിന് ലെഫ്റ്റിലൂടെ നമ്പർ ചെയ്താലും 2 ആണ് വന്നത്. ബ്രാഞ്ച് ഉള്ള കാർബണേറ്റിന് 2 ആണ് വന്നത്. ഇത് മെയിൻ ചെയിൻ ആണ്, ഇത് ബ്രാഞ്ച് ആണ്. സോ ബ്രാഞ്ചിന് 2 ആണ് വന്നത്. 2 ബ്രാഞ്ച്, ഒരു കാർബണേറ്റ് ഉള്ള ബ്രാഞ്ച് ആണ്. ഈത്തൈൽ, മെയിൻ ചെയിനിൽ 3 കാർബണേറ്റ്, പ്രൊപ്പലീൻ. ഇത് റൂൾസ് എഴുതിയായിരുന്നു നോട്ട്ബുക്കില്? എഴുതിയില്ലായിരുന്നോ? ടെക്സ്റ്റ് ബുക്കിലായിട്ട് വന്നു. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാം നമുക്ക്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പേജ് നമ്പർ 106 എന്തോ അല്ലേ? അബിൻ ഡൗട്ട് ആയിരുന്നു. അബിന് ഡൗട്ടാണോ? സാർ ഈ ബ്രാഞ്ചില് നമ്മൾ കാർബണേറ്റ് എഴുതുന്നത് ഈ ഏത് സാർ കേൾക്കാമോ? പറഞ്ഞോ, കേൾക്കാം. സാർ കേൾക്കാമോ? ഇപ്പൊ പോയി. സാർ ഈ ഇപ്പൊ കേൾക്കാം. ബ്രാഞ്ചില് നമ്മൾ CH3 എഴുതിയില്ലേ? എഴുതി. നെറ്റ്വർക്ക് പ്രോബ്ലം ആണല്ലോ അതിനെ റീകണക്ട് ചെയ്യട്ടോ ഒന്ന്. ബാക്കിയുള്ള ഒരു പേജ് നമ്പർ 102 ആണ് കേട്ടോ. 102 നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച് ഹൈഡ്രോ കാർബൺ സെറ്റിംഗ് ഉണ്ട്. അതിന് മുമ്പ് വരെ നമ്മൾ നോക്കിയില്ലായിരുന്നോ? പെഡൂട്ട് പ്ലസ് AN അവിടെ വരെ നോക്കിയില്ലേ? ഇല്ല, ചെയ്തു. ഓക്കെ, നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച് ഹൈഡ്രോ കാർബൺസ് പെട്ടെന്ന് വായിച്ചു നോക്കോ. 5 കാർബണായിട്ടുള്ള ഒരു ചെയിൻ തന്നിട്ടുണ്ട്. ചെയിൻ ഹൈഡ്രോ കാർബൺ ചെയിൻ എന്ന് പറയും കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഓപ്പൺ ചെയിൻ ഓർമ്മയില്ലേ? ചെയിൻ എന്ന് പറയും. ദിസ് ചെയിൻ കണ്ടെയ്ൻ 5 കാർബണേറ്റ്. സി another chain with the same number of കാർബണേറ്റ്. താഴെ ഒരു ബ്രാഞ്ച് ആയിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇന്നലെ കുറെ സമയത്ത് പറഞ്ഞതാണ്. ബ്രാഞ്ച്, മെയിൻ ചെയിൻ, ബ്രാഞ്ചസ് വെച്ചാൽ ഒരു മരത്തിന്റെ മെയിൻ ആയിട്ടുള്ള തടി ഉണ്ടാവും, ബ്രാഞ്ച് ഉണ്ടാവും, ഇതൊക്കെ പറഞ്ഞാണ്. Shall we write the structural formula of the hydrocarbons? അയാൻ എല്ലാവർക്കും പ്രോബ്ലം ആണ്. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ബ്രാഞ്ചിന്റെ പേര് വന്നത് എങ്ങനെയാന്ന് പറയാന്നല്ല ഞാൻ പറഞ്ഞല്ലേ? അത് പറയാട്ടോ. അല്ലെ ഒന്നും കൂടി പറയണമെന്നാണോ അത്? നിങ്ങളുടെ പുള്ളി എനിക്ക് ഇങ്ങോട്ട് കേൾക്കാണ്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ല കേട്ടോ. അതെന്തായാലും ഞാൻ ഒരു എക്സാമ്പിൾ വരുമ്പോൾ പറയാം. ഇപ്പൊ നിങ്ങൾ നോക്കും, ടെക്സ്റ്റ് ബുക്ക് നോക്കും, പെട്ടെന്ന് വായിച്ചു നോക്കും. അത് നമ്മൾ നോക്കിയ കാര്യങ്ങൾ തന്നെയല്ല. 4 കാർബണായിട്ടുള്ള ഒരു ലോങ് ചെയിൻ, നേരെയുള്ള ചെയിൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ടാമത്തെ കാർബണാറ്റിൽ ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ കാർബണാറ്റിൽ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഷാൽ വി റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ഹൈഡ്രോ കാർബൺ ഒബ്റ്റെയിൻഡ് ബൈ അബിൻ വന്നോ? So according to the IUPAC rules of nomenclature, the longest chain അവിടെ നിന്നിട്ട് നോക്കണം കേട്ടോ. അവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളൊന്ന്. According to the IUPAC rule of nomenclature IUPAC റൂൾ അനുസരിച്ച് the longest chain
with maximum number of carbon atoms should be considered as the main chain. നമ്മൾ പറഞ്ഞ കാര്യം ഫസ്റ്റ് റൂളിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? സെലക്ട് ദി ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞു, സെലക്ട് ദി മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ ആണ് ലോങ്സ്റ്റ് ചെയിൻ. അത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ദെൻ ബാക്കി വായിച്ചേ. ആൻഡ് ദി റിമൈനിങ് കാർബൺ ആറ്റംസ് ആർ ട്രീറ്റഡ് ആസ് ബ്രാഞ്ചസ്. ബാക്കിയുള്ള കാർബൺ ആറ്റം എല്ലാം ബ്രാഞ്ചസ് ആയിരിക്കും. നമ്മൾ മെയിൻ ചെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ചെയിൻ അല്ലാത്ത ബാക്കി എല്ലാ കാർബൺ ആറ്റം ബ്രാഞ്ചസ് ആയിരിക്കും. നമ്മളിപ്പോ 2 എക്സാമ്പിൾ കണ്ടുല്ലോ. അത് ഈ മെയിൻ ചെയിൻ എടുത്തു, മെയിൻ ചെയിൻ അല്ലാത്ത 2 കാർബൺ ആറ്റം, ഒരു കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാൽ അത് ബ്രാഞ്ച് ആയിരിക്കും. 2 കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാൽ 2 ബ്രാഞ്ച് ആയിരിക്കും. നമ്മൾ ഈ പഠിക്കും തന്നെ, അടുത്ത ടോപ്പിക്കിലോട്ട് വരുമ്പോൾ പഠിക്കും. The position of the branches can be found by numbering the carbon atoms in the main chain. മെയിൻ ചെയിനിലുള്ള കാർബൺ ആറ്റത്തിന്റെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കും, എത്രാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളതെന്ന് കണ്ടുപിടിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടൊക്കെ നമ്പർ ചെയ്യുന്നു. അത് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് വായിച്ചേ. നമ്പറിംഗ് ഓഫ് ദി കാർബൺ ആറ്റം ഇൻ ദി ചെയിൻ should be done in such a way that the carbon atom carrying the branch gets the lowest number. ആ റൂളിൽ പറഞ്ഞ കാര്യം കുറച്ച് വലുതാക്കി പറഞ്ഞുള്ളൂ. എങ്ങനെ നമ്പർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ വരും, അതവിടെ പറഞ്ഞു. നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലൂടെ നമ്പറിങ്ങും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലൂടെ നമ്പറിങ്ങും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതിൽ ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന ആളായിരിക്കും നമ്മൾ നമ്പർ ആക്കി എടുക്കും, ബ്രാഞ്ചിന്റെ പൊസിഷൻ ആക്കി ഫിക്സ് ചെയ്യണം. നെക്സ്റ്റ് പേജ് അതിലോട്ട് വരാട്ടതൊന്ന് തീർത്തോട്ടെ. Let's see how an IUPAC name is given to the compound. എങ്ങനെയാണ് IUPAC നെയിം എഴുതുന്നത്? നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ആ കോമ്പൗണ്ട് ഞാൻ അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. See the 2 ways in the carbon chain is numbered. 2 രീതിയിൽ നമ്പർ ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്. ഈ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത അടുത്തേക്ക്. പെട്ടെന്ന് വായിച്ച് നമുക്ക് പോവാം. Which of these chain has the lowest number for the carbon atom carrying branch? ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വന്നത് ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ? ടൈം കൊണ്ട് കാണിച്ചു തന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചു മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്. 2 ടൈപ്പ് ഓഫ് നമ്പറിംഗ് അവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏത് ടൈപ്പ് ഓഫ് നമ്പറിംഗിലാണ് ബ്രാഞ്ച് വന്ന കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വന്നത്? സുഹൈലേ ഇത്രയില്ല, ക്യാമറയുടെ കൊണ്ടേ കാണിക്കുന്നു. ക്യാമറ ഒന്ന് മാറ്റി പിടിച്ച് കാണിച്ചാൽ ഞാൻ കാണില്ല. ഓക്കെ, സെക്കൻഡ് വണ്ണിലാണ് ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിൽ ലോവസ്റ്റ് നമ്പർ വന്നു. നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് വണ്ണില് 3ാമത്തെ കാർബൺ ആറ്റത്തിലെ ബ്രാഞ്ച് വന്നു. ഫസ്റ്റ് വണ്ണില് 1, 2, 3 കണ്ടോ, 3 തേർഡ് കാർബൺ ആറ്റത്തിന് താഴത്തോട്ടാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. ടെക്സ്റ്റിലോട്ട് നോക്കാം, ടെക്സ്റ്റിലായിട്ട് നോക്കാൻ പറഞ്ഞു. സെക്കൻഡ് കോമ്പൗണ്ടില് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്തപ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വന്നത്. അപ്പൊ അതിൽ ലോവസ്റ്റ് നമ്പർ സെക്കൻഡ് വണ്ണാണ്, 2ാമത്തെ ഫിഗർ ആണ്. അവിടെ 2 എഴുതിക്കോ. ഈ താഴത്തോട്ടുള്ളതൊന്ന് ആൻസർ ചെയ്തപ്പോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദി മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ടൈം കൊണ്ട് കാണിച്ചു. 4 കാർബൺ ആറ്റം ഉണ്ട് മെയിൻ ചെയിൻ. അതുകൊണ്ടാണ് 1, 2, 3, 4 4 വരെ നമ്മൾ നമ്പർ ചെയ്തത്. വേർഡ് റൂട്ട് എന്ത് വരും? 4 ആണെങ്കിൽ ബ്യൂട്ടി അല്ലെങ്കിൽ ബട്ട് എന്ന് പറയാറുണ്ട്, ബ്യൂട്ടി എന്ന് പറയാറ്. സഫിക്സ് എന്ത് വരും? ഏത് ബോണ്ടാ കാർബൺ ആറ്റം തമ്മിലുള്ളത്? കൊണ്ട് കാണിച്ചു. ഏത് ബോണ്ടാ കാർബൺ ആറ്റം തമ്മിലുള്ളത്? സിംഗിൾ ബോണ്ട്. അപ്പൊ ANE, സഫിക്സ് ANE എന്ന് വരും. ഇനി നെയിം ഓഫ് ദി ആൽക്കൈൽ റാഡിക്കൽ എന്ന് പറഞ്ഞ നെയിം ഓഫ് ദി ബ്രാഞ്ച് ആണെന്ന് ചോദിച്ചേക്കണം കേട്ടോ. ബ്രാഞ്ചിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു. നെയിം ഓഫ് ദി ബ്രാഞ്ച്. ഇവിടെ വന്നേക്കുന്ന ബ്രാഞ്ചിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? കൈ കൊണ്ട് കാണിച്ച്. ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് എന്തായിരിക്കും ഇതിന്റെ? മെത്ത് അല്ലെങ്കിൽ മീത്ത്. ഇനി ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു വൈഎല്ലും കൂടി ആഡ് ചെയ്യും. ബ്രാഞ്ചിന്റെ പേര് മീത്തൈൽ എന്നായി. മെത്തെന്ന് എഴുതണം, ഒരു വൈഎൽ ആഡ് ചെയ്യും. ഇപ്പൊ ട്രിക്ക് അങ്ങനെ ഓർത്തിരുന്നോ? അതിന്റെ റീസൺ ഞാൻ പറയാൻ ഇന്ന്. ആദ്യം മെത്തെന്ന് അല്ലെങ്കിൽ മീത്തെന്ന് എഴുതണം, ഇതിനൊരു വൈഎൽ ആഡ് ചെയ്യണം. ബ്രാഞ്ച് ആയതുകൊണ്ട് ഒരു കാർബൺ ആറ്റം ഉള്ളത്. സാർ പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ 103 Then position of the branch. ബ്രാഞ്ചിന്റെ പൊസിഷൻ ഡൗട്ട് ആണോ? പറഞ്ഞോ. ബ്രാഞ്ചിന്റെ നല്ല വലുതാവും. ബ്രാഞ്ചിന്റെ കാർബൺസിന്റെ ഉണ്ടാവും.
ഞാൻ ഒന്നും കേൾക്കില്ല കേട്ടോ, ഈ സൗണ്ട് കട്ടായി പോവാണ്. ഇപ്പോഴും ഇല്ല. സോ IUPAC നെയിം അവിടെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ ബ്രാഞ്ചിന്റെ പേര് മീത്തൈൽ എന്നാണ്, ബ്യൂട്ടൈൽ. സ്പേസ് ഇടണ്ട കേട്ടോ, സ്പേസ് ഇടാണ്ടിരിക്കാൻ നല്ല. ടെക്സ്റ്റ് ബുക്ക് ടൈപ്പ് ചെയ്തപ്പോൾ സ്പേസ് വന്നു എന്നുള്ളതാണ്. സ്പേസ് ഇല്ല ശരിക്കും, എല്ലാം അടുപ്പിച്ച് വരുന്നു. 2-methyl ബ്യൂട്ടൈൽ. ക്യാപിറ്റൽ കൊടുക്കാറുണ്ട്, വേറെ ഒന്നും ക്യാപിറ്റൽ ഇല്ല. ഫസ്റ്റ് ആൽഫബറ്റ് മാത്രം ക്യാപിറ്റൽ. 2-methyl ബ്യൂട്ടൈൽ. താഴെ ബോക്സിൽ അതിന്റെ റൂളിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ആദ്യം പൊസിഷൻ നമ്പർ എഴുതണം, ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ പ്ലസ് ഹൈഫൺ പ്ലസ് നെയിം ഓഫ് റാഡിക്കൽ. അതിന്റെ മുകളിൽ ബ്രാഞ്ചിന് കൂടി എഴുതി, നെയിം ഓഫ് ബ്രാഞ്ച്. റാഡിക്കലിന് മുകളിൽ ബ്രാഞ്ചിന് എഴുതി, നെയിം ഓഫ് ബ്രാഞ്ച് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. ഇനി ഹൈഫൺ ഇടേണ്ട റീസൺ അവിടെ പറഞ്ഞു. ഹൈഫൺ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ന്യൂമറൽസ് ആൻഡ് ആൽഫബറ്റ്സ്. നമ്പറും ആൽഫബറ്റും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹൈഫൺ. നമ്മൾ ഇനിയും കാണും കേട്ടോ, ഹൈഫൺ ഇടുന്നത് പല സ്ഥലങ്ങളിൽ ഇനിയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ഐഡിയ കിട്ടും വൈ റൈറ്റിംഗ് ദി IUPAC. അപ്പൊ റൂളൊക്കെ കഴിഞ്ഞു. നമ്മൾ 2-3 എക്സാമ്പിൾസ് നോക്കിയതാണ്. ഇനി ടേബിൾ 6.5 അല്ലേ, 5 ആണോ 6 ആണ്? 6.5 എന്ന് ചിലവരുടെ 6.3 ആയിരിക്കും, ചിലവരുടെ 6.5 ആയിരിക്കും. ആ പ്രിന്റിംഗ് എറർ ആണ് കേട്ടോ അത്, പല ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച്. 6.5 ആണ് ശരിക്കും അത്. ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത്. അതിൽ 2-3 കാര്യങ്ങൾ എഴുതി പോകാനുണ്ട്. ഒന്ന് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ അല്ലെങ്കിൽ ലോങ്സ്റ്റ് ചെയിൻ, നെയിം ഓഫ് ബ്രാഞ്ച്, പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, IUPAC നെയിം. പെട്ടെന്ന് എഴുതിപ്പോക്കെ കംപ്ലീറ്റ് ചെയ്ത്. സാർ, അച്ഛൻ ഈ നെയിം ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് മറ്റേ മീതൈൽ അതല്ലേ? നെയിം ഓഫ് എന്ന് പറയുന്നത് ആ മീതൈൽ. അയാൻ ശരിയായോ? മൈക്ക് ശരിയായോ? അഭിനെ ശരിയായോടാ? അഭിനെ അയാൻ ഒരു വർഷം പറഞ്ഞു കേക്കാവോ? കണ്ടിട്ട് പറഞ്ഞു, എന്താ സംശയം എന്ന് പറഞ്ഞു? അത് ബ്രാഞ്ചില് കാർബണിന്റെ നമ്പർ സെയിം പ്രോബ്ലം ആണല്ലോ. ഈ കൂടുതൽ നേരം അൺമ്യൂട്ട് ചെയ്തിട്ട് നോക്കുമ്പോ സൗണ്ട് കട്ടായി പോവാണ്. അബിൻ ശരിയായോ? അബിൻ ആ സാർ ശരി. ചോദിച്ചോ സാർ, ഇപ്പൊ നമ്മള് ഒരു മെയിൻ ബ്രാഞ്ച് ചെയ്തിട്ട് അതിന് ബ്രാഞ്ച് ചെയ്തില്ലേ, അല്ല മെയിൻ ചെയിൻ എഴുതിയിട്ട്. ബ്രാഞ്ച്. അപ്പൊ ഈ മെയിൻ ചെയിനിന്ന് വന്ന ഇത് അത് 4 തയ്ക്കാൻ വേണ്ടി ബ്രാഞ്ചില് അതിനനുസരിച്ച് കാർബൺ ഇട്ട് കൊടുക്കൂ, അല്ല ഹൈഡ്രജൻ. അയാൻ റീജോയിൻ ചെയ്തു കേട്ടോ. അബിനൊന്ന് പറഞ്ഞു, നിങ്ങളുടെ ഡൗട്ട് പറഞ്ഞു, ക്ലിയർ ആയില്ല. സാർ, ഇപ്പൊ നമ്മള് മെയിൻ ചെയിൻ എഴുതി, അത് കഴിഞ്ഞിട്ട് അതിന് നമ്മള് സാർ ഇപ്പോ CH2 CH3 CH2 CH3 അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ CH2ന്ന് ബ്രാഞ്ച് വരയ്ക്കുമ്പോ നമ്മള് ആ ബ്രാഞ്ച് CH2 എന്നാണ് എഴുതണേ. CH2 ബ്രാഞ്ച് എഴുതുമ്പോ ഒരു H കുറയും. എന്തുകൊണ്ടാന്ന് അല്ല സാർ, പറഞ്ഞോ. അല്ല സാർ, നമ്മൾ ഈ ബ്രാഞ്ച് എഴുതണ ആ ഇതില്ലേ CH2 എന്ന് പറഞ്ഞേ, അത് കാർബണീന്ന് എഴുതണം കേട്ടോ, ഹൈഡ്രജനീന്നല്ല, കാർബണീന്നാണ്. അതല്ലേ ചോദിച്ചത്? ആ സാർ, അപ്പൊ അത് എഴുതുമ്പോ മൊത്തം 4 എണ്ണം വേണ്ട ഇത് ഫില്ല് ആവാൻ. 4 ബാലൻസ് വേണം. അപ്പൊ അപ്പറേ ഇപ്പറേ 2 ഉണ്ട്, ബാക്കി 2 നമ്മൾ ഈ ബ്രാഞ്ചിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് കാർബൺ, ഇവിടെ നോക്കി, ഞാൻ ഇപ്പൊ വരയ്ക്കണതിൽ നോക്കി,
ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. ഒരു ഹൈഡ്രജൻ ആയപ്പോ ഒരു ഹൈഡ്രജൻ ആയപ്പോ 3 ആയി, 3 വാലൻസി ആയി. ലെഫ്റ്റിലും റൈറ്റിലും ഒരെണ്ണം, ഹൈഡ്രജൻ ഒരെണ്ണം. ഈ ഹൈഡ്രജൻ നമ്മൾ അടുത്ത് എഴുതണം എങ്ങനെ ഇരിക്കണേന്ന് അറിയോ? അത് മുകളിലോട്ട് പോകണം കേട്ടോ, മുകളിലോട്ട് അല്ലെങ്കിൽ താഴത്തോട്ടാണ്. ഒരു ഹൈഡ്രജൻ, ഒരു ബോണ്ട് വരുന്നത് ഹൈഡ്രജന്റെ അവിടെ. ഇനി ഒരു ബോണ്ട് കൂടി വേണം, ആ ബോണ്ടാണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഹൈഡ്രജനും കൂടി ആഡ് ചെയ്യണം, വാലൻസി ആഡ് ചെയ്യുമ്പോൾ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ. ഇതിൽ ഫസ്റ്റ് കാർബൺ മാത്രം എടുക്കുവാണ്. ഫസ്റ്റ് കാർബൺ മാത്രം എടുക്കുവാണെങ്കിൽ അതിന് ഒരു ബോണ്ട് ഉണ്ട് ഇവിടെ. ഈ ബാക്കി 3 ഇവിടെ വേണം. ബാക്കി 3 എന്ന് പറഞ്ഞാൽ ഈ 3 ഹൈഡ്രജൻ ആണ്. 3 ഹൈഡ്രജൻ 3 സിംഗിൾ ബോണ്ടാണ്. അത് മൊത്തം 4 ബോണ്ട് ആവും. ബാലൻസിനെ കാണിക്കുന്നതാണ് കേട്ടോ അത്. കാർബണിന്റെ ബാലൻസി 4 സാറ്റിസ്ഫൈ ആവണതാണ്. ഇനി അത് എന്തുകൊണ്ടാണെന്ന് കൂടി കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിക്കോ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പൊ കാർബണിന് 4 വാലൻസി വന്നു, 4 ബോണ്ട് വന്നു. ശ്രദ്ധിക്കണം കേട്ടോ, കാർബണിന് 4 ബോണ്ട് വന്നു. 4 ബോണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ഇവിടെ നോക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഞാൻ ഒരു ബോണ്ടിന്റെ കേസ് നിങ്ങളോട് പറഞ്ഞു. ഒരു ബോണ്ടിൽ 2 സൈഡിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞിരുന്നോ ബോണ്ട്? ഇല്ലേ? അന്നാ നിങ്ങൾ കേട്ടിരുന്നോ? ഒരു ബോണ്ട് എന്ന് പറയുന്നത്, ഒരു സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത്, ആ ബോണ്ടിന്റെ 2 എൻഡിലും ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺ ഉണ്ടാവും ഒരു ബോണ്ടിൽ. 2 സൈഡിൽ 2 ഇലക്ട്രോൺ ആണ്. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതിൽ ഒരാളുടെ ഇലക്ട്രോണും മറ്റൊരാളുടെ ഇലക്ട്രോണും. അപ്പൊ ഈ കാർബണിന് ഒരു 4 ബോണ്ട് ഉണ്ട്. 4 ബോണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇപ്പൊ അതിൽ 4 ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 8. 4 ഇലക്ട്രോണും 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ. 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ഉണ്ട്. കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ C6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മറിച്ചു നോക്കണ്ട ഇവിടെ നോക്കി പറ. ഇതൊക്കെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യമില്ലേ? 2 4 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലായി. 2 4 അല്ലേ? ഓക്കെ, 2 4 ആണ്. 2 4 ആണ്. ഈ 4 ആണ് നോക്കണം കേട്ടോ. ഈ 4 ആണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. 1 ഞാൻ കാണിച്ചു തരാം. ഈ 4 ആണ് ഇത്. 1 2 3 4. കാർബണിന്റെ അടുത്ത് എഴുതിയിരിക്കുന്ന 4 ഇലക്ട്രോൺ കണ്ടോ? കാർബണിന്റെ അടുത്ത് എഴുതിയിരിക്കുന്ന 4 ഇലക്ട്രോൺ കണ്ടോ? ആ 4 ഇലക്ട്രോൺ ഈ 4 ആണ്. 4 വാലൻസിനെ കാണിക്കുന്നതാണ്. ഈ ബാക്കി 4 ഇലക്ട്രോൺസിന് ചുറ്റും. ഈ 4 ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആയി? 6 ഉണ്ടായിരുന്നു കയ്യില്. 6 കയ്യിലുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. 6 ഇലക്ട്രോൺ കാർബണിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് കൂടാണ്ട് ഒരു 4 കൂടി വന്നു. 4 വന്നത് ഈ ബോണ്ടിന്റെ അതർ എൻഡിലോട്ട്. അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺ ആയി 10 ഇലക്ട്രോൺ ആയി. 10 ഇലക്ട്രോൺ. ഈ 10 എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസ് അല്ലേ? അല്ലെ? നിയോൺ 10 നോബിൾ ഗ്യാസ് അല്ലേ? നോബിൾ ഗ്യാസ് സ്റ്റേബിൾ അല്ലേ? അപ്പൊ ഇതുകൊണ്ടാണ് കാർബണിന്റെ വാല്യൂസ് നമ്മൾ 4 എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബൺ സ്റ്റേബിൾ ആണ്. കാർബൺ സ്റ്റേബിൾ ആണ്. നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ഏറ്റവും. ഇതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ബാലൻസിങ് കൊണ്ട്. ഇതാണ് നമ്മൾ 4 കൊടുക്കണം എന്ന് നിർബന്ധം പറയുന്നത്. 3 കൊടുത്താൽ പോരാ, 4 തന്നെ കൊടുക്കണം. നമ്മള് പറഞ്ഞു വന്നത് ടേബിൾ അല്ലേ? ടേബിൾ 6.5 അല്ലേ? ഇപ്പൊ മനസ്സിലായോ അബിൻ? മനസ്സിലായോ? മനസ്സിലായി. അയാൻ ശരിയായോ? പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ തോന്നണം. പറഞ്ഞു നോക്കട്ടെ. ബ്രാഞ്ചിലെ എത്ര കാർബൺ വേണമെങ്കിലും വരാം? ബ്രാഞ്ചിൽ എത്ര കാർബൺ വേണമെങ്കിലും വരാം. പോസിബിൾ ആണ്. പക്ഷേ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ചെയിൻ സെലക്ട് ചെയ്യും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കി, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നു. CH3. ഇതൊരു കോമ്പൗണ്ട് വന്നു. ഇതിന് ലോങ് ചെയിൻ ഏതാ? അയാനെ ഇതിൽ ലോങ് ചെയിൻ ഏതാ? എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ അവസാനിക്കണം എന്ന് പറഞ്ഞത്? ലെഫ്റ്റിനാണെങ്കിൽ ലെഫ്റ്റ്, താഴെയാണെങ്കിൽ താഴെ.
ആ CS3 സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പൊ ഇവിടുത്തെ ബ്രാഞ്ച് ഇതാണല്ലോ അല്ലേ? ഞാന് ബ്രാഞ്ച് ഇതല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, ബ്രാഞ്ച് ഇതാണ്. ഇനി ഞാനിവിടെ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? ഞാനിവിടെ ഈ ഒരു ഹൈഡ്രജനെ മൈനസ് ചെയ്തു, CH2 ആക്കി. ഇവിടെ ഈ ബ്രാഞ്ചിന്റെ എണ്ണം കൂടി വരികയാണ് കേട്ടോ. നോക്കണം കേട്ടോ, ഇത് ബ്രാഞ്ച് ആയിരുന്നു നമ്മുടെ, ഈ CH3 ബ്രാഞ്ച് ആയിരുന്നു. ഈ CH3യുടെ കൂടെ ഞാൻ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് അവിടെ ഒരു CH3 കൊണ്ടുവന്നിട്ടു. ഞാൻ ഒന്നുകൂടി ഇതിനെ വലുതാക്കുവാണ്. CH2 CH3 സോറി CH2 ആണ്, CH2 CH2 CH3. ഇപ്പൊ ലോങ് ചെയിൻ ആരായി? ഇപ്പൊ മെയിൻ ചെയിൻ ആരായി? ഇപ്പൊ മെയിൻ ചെയിൻ ആരായി? കൈകൊണ്ട് കാണിക്കും, ഇങ്ങനെ ആക്ഷൻ കാണിക്കല്ലോ. ആ നേരെ ഉള്ളതായി മെയിൻ ചെയിൻ, നേരെ ഉള്ളതാണോ? ആണോ? കുറെ പേര് ഇങ്ങനെ കാണിക്കണം. നേരെ ഉള്ളതാണോ മെയിൻ ചെയിൻ? അല്ല. ഏതാണ്? ഇതാണ് കേട്ടോ മെയിൻ ചെയിൻ. ഇതാണ് കേട്ടോ മെയിൻ ചെയിൻ. ഇതാണ് ആവുന്നത്. ഇതാണ് മെയിൻ ചെയിൻ ആവുന്നത്. ലെഫ്റ്റിന്ന് താഴത്തോട്ട് അല്ലെങ്കിൽ താഴേന്ന് ലെഫ്റ്റ് റൈറ്റിലോട്ട്, സോറി റൈറ്റിന്ന് താഴത്തോട്ട് അല്ലെങ്കിൽ താഴേന്ന് റൈറ്റിലോട്ട്. ഇപ്പൊ ബ്രാഞ്ച് ഇതായി, മാറിക്കൊണ്ടിരിക്കും. അയാൻ പറഞ്ഞതുപോലെ ബ്രാഞ്ചസ് ഇഷ്ടം പോലെ വരാൻ വേണമെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ ഇഷ്ടം പോലെ ബ്രാഞ്ചസ് വരാം. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. എല്ലാ കോമ്പൗണ്ടിനനുസരിച്ച് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കുറെ കോമ്പൗണ്ട്സ് പഠിക്കും. നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയാസ് കിട്ടിക്കൊണ്ടിരിക്കും. ടോപ്പിക് ഓരോ ദിവസം കഴിയുന്നവരും ഒന്നും കൂടി ക്ലിയർ ആയി വരുള്ളൂ കേട്ടോ. അത് ക്ലിയർ ആവണമെങ്കിൽ ബാക്കിലുള്ള ടോപ്പിക് ക്ലിയർ ആവണം. അപ്പൊ ഇന്നലെ എടുക്കുന്നത് ക്ലിയർ ആയാലാണ് നാളെ എടുക്കുന്നത് ക്ലിയർ ആവും. ഹയറിലേക്ക് പോകുന്നതോറും എളുപ്പമായി വരും ശരിക്കും. നിങ്ങൾക്ക് ബാക്കിലുള്ള മനസ്സിലായാലേ പറ്റുള്ളൂ. അതാ പറഞ്ഞ ശ്രദ്ധിച്ചിരിക്കാൻ പറയുന്നത്. ഒരേ ദിവസം പറയേണ്ടത് അടുത്ത ദിവസത്തേക്ക് ആവശ്യമുള്ളതാണ്. അഭിനയ് പറഞ്ഞു. സാറേ ബ്രാഞ്ചിൽ ഒരു കാർബൺ ഉണ്ടാവുള്ളൂ? അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മീത്തൈൽ ഉണ്ടാവാം, ഈത്തൈൽ ഉണ്ടാവാം, പ്രൊപ്പൈൽ ഉണ്ടാവാം, ബ്യൂട്ടൈൽ ഉണ്ടാവാം. ബ്രാഞ്ച് ഇത്ര വലുതുകൊണ്ടില്ല ആകാം. ഈത്തൈൽ എന്ന് പറഞ്ഞ ഒരു കാർബൺ, ഈത്തൈൽ എന്ന് പറഞ്ഞ 2 കാർബണുള്ള ബ്രാഞ്ച് കാണും നമ്മള്. ടേബിളിലെ ഫസ്റ്റ് എലമെന്റ് ഓക്കെ. ഫസ്റ്റ് വൺ ആര് പറയും? ഹാൻഡ് റൈസ്. ആര് പറയുന്ന പറയുമ്പോൾ കുറച്ച് പേരെ കൈ വെക്കണുള്ളൂ. ബാക്കിയുള്ളവരും പറയില്ല എന്നതിന്റെ അർത്ഥം ഇനി കൈ പൊക്കാത്തവരെ വിളിക്കും. ബാദുഷാ. സാർ 2 മീഥൈൽ പെന്റേൻ. ആ ഒരു മിനിറ്റ് ഓർഡറിൽ പറഞ്ഞു. നമ്പർ ഓഫ് കാർബൺ ആറ്റം, എത്ര കാർബൺ ആറ്റം ഉണ്ട് ഇതിൽ? ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. ഇതിൽ ലോങ്ങസ്റ്റ് ചെയിൻ ഏതാ? അതാദ്യം പറഞ്ഞു. ഏതാ ലോങ്ങസ്റ്റ് ചെയിൻ? നേരെ ഉള്ളത്, ലെഫ്റ്റ് ടു റൈറ്റ് സ്ട്രെയിറ്റ് ആണതാണ് മെയിൻ ചെയിൻ, ലോങ് ചെയിൻ. അതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5. ഏത് ബ്രാഞ്ച്? അപ്പോ ഇത് മെയിൻ ചെയിൻ ആണെങ്കിൽ ബ്രാഞ്ച് ഏതാ ഇതില്? മീഥൈൽ. ആ നെയിം ഓഫ് ദി ബ്രാഞ്ച് മീഥൈൽ. നെയിം ഓഫ് ദി ബ്രാഞ്ച് ഒരു കാർബൺ ഉള്ളതാണ്. ഇതാണ് ബ്രാഞ്ച്, കൗണ്ട് ചെയ്തേക്കാണ് ബ്രാഞ്ച്. മീഥൈൽ ആണ് ബ്രാഞ്ച്. ഫുൾ എഴുതണല്ലോ കേട്ടോ, മീഥൈൽ എഴുതണം. മീഥൈൽ. ഈ പൊസിഷൻ ഏതാ ബാദുഷാ? പൊസിഷൻ 2. നമുക്ക് 2 രീതിയിൽ നമ്പർ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ പറയാം, ഇനി പിന്നെ റിപ്പീറ്റ് ചെയ്യല്ല. നമ്പർ ചെയ്യാൻ 2 രീതിയിൽ, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ലെഫ്റ്റും. അതിൽ ലോവസ്റ്റ് നമ്പർ എടുക്കണം.
ലോവസ്റ്റ് നമ്പർ 2 വരുന്നത്. രണ്ടാമത്തെ പൊസിഷൻ. പേരും കൂടി പറഞ്ഞു. 2 methyl pentane. 2 ഹൈഫൺ പറയണ്ട. 2 മീത്തൈൽ 5 കാർബണാറ്റം മെയിൻ ചെയില് പെന്റെയിൻ. ഇർഫാനെ സാർ ലെഫ്റ്റിന്ന് ഡൗൺ വരുമ്പോൾ അത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ? അതും മെയിൻ ചെയിൻ എടുക്കാം. എന്നാലും പേര് സെയിം വരും. കോമ്പൗണ്ടിന്റെ പേര് എന്നാലും സെയിം വരും. സംശയമാണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതിന് ഞാൻ മെയിൻ ചെയിൻ എടുത്തു. CH3 CH2 CH2 CH3. ഇത് ബ്രാഞ്ച് ആണ്. അപ്പൊ ഈ നമ്പർ ചെയ്ത് നോക്കി. ഇതൊന്ന് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്ത് നോക്കി. ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ എത്രയോ വന്നത് ഇർഫാനെ? 2 വരുള്ളൂ. അപ്പൊ ആൻസർ എന്തായി? 2. ബ്രാഞ്ചിന്റെ പേര് മീത്തൈൽ. മെയിൻ ചെയിൽ എത്ര കാർബണേറ്റ് ഉണ്ട്? പെന്റെയിൻ. സെയിം പേര് കണ്ടോ? സെയിം പേര്. ഇത്രേ ഉള്ളൂ. ലോങ്സ്റ്റ് ചെയിൻ ഒരു ചെയിൻ ഉണ്ടാവുള്ളൂ അതില്. ഇനി 2 ലോങ്സ്റ്റ് ചെയിൻ ഉണ്ടെങ്കിൽ 2ലും നിങ്ങൾ ചെയ്താൽ ആൻസർ വരുന്നതിനായിട്ട് 2ലും IUPACനെയും സെയിം ആയിരിക്കും. നെക്സ്റ്റ് വൺ, അടുത്ത കോമ്പൗണ്ട്. സെക്കൻഡ് വൺ അമാനിലാൽ. നമ്പർ ഓഫ് കാർബണേറ്റം ഇൻ ലോങ് ചെയിൻ 5. 5 കാർബണേറ്റ് ഉണ്ട്. ഏതാ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ? സ്ട്രെയിറ്റ് ആയിട്ടുള്ള 5 കാർബണേറ്റ് ഉണ്ട്. നെയിം ഓഫ് ദി ബ്രാഞ്ച്? മീഥൈൽ ബ്രാഞ്ച്. ഒരു കാർബണേറ്റ് ഉള്ളതുകൊണ്ട് മീഥൈൽ ബ്രാഞ്ച്. പൊസിഷൻ 3. ഏത് സൈഡിൽ നിന്ന് നമ്പർ ചെയ്താലും 3 കിട്ടും. 3. നെയിം 3 methyl pentane. 3 methyl pentane. Next one. Aisha. Long chain. എത്ര കാർബണേറ്റ് ഉണ്ട്? 6. വോയിസ് കുറവാണല്ലോ. കേക്കല്ലേ? ഇപ്പൊ കേൾക്കാം. 6 കാർബണേറ്റ് ആണോ? ഏത് ക്വസ്റ്റ്യനാ പറയുന്നത്? തേർഡ് വൺ ആണോ? തേർഡ് വൺ അല്ലേ? ഉണ്ടോ? താഴോട്ട് 2 അല്ലേ? ഏതാ ലോങ് ചെയിൻ എടുത്താന്ന് പറഞ്ഞാൽ മതി. ലെഫ്റ്റ് ടു ഡൗൺ. ലെഫ്റ്റ് ടു ഡൗൺ ഒന്ന് എണ്ണി നോക്കിക്ക് എത്രയുണ്ട്? 1 2 3 4 5 ഉണ്ടോ? ഇങ്ങനെ തെറ്റിപ്പോകാൻ ഒറ്റ വേർഡ് തെറ്റിയാ മതിന്നേ. ഫുൾ മാർക്ക് 0 മാർക്കാണ് അതിന്. ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. 5 കാർബണേറ്റ് ഉണ്ട് ലോങ് ചെയിൻ. പേരെന്ത് വരും? ബ്രാഞ്ചിന്റെ പേര് ഈത്തൈൽ നട്ട ബ്രാഞ്ചിന്റെ പേര് വരും. ഈത്തൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് ബ്രാഞ്ച്. അപ്പൊ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്ന ബ്രാഞ്ച്. ലോങ് ചെയിൻ അതാണെങ്കിൽ അതാണ് ബ്രാഞ്ച്. ഇനി ചിലവര് ലോങ് ചെയിൻ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും. ഇത് ലോങ് ചെയിൻ ആയിട്ട് എടുത്തിട്ടുണ്ടാവും. അത് ലോങ് ചെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും ബ്രാഞ്ച്. ഇനി മറ്റേ രീതിക്ക് കൊടുക്കാം. താഴെ നിന്ന് റൈറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആയിരിക്കും ബ്രാഞ്ച്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? നിങ്ങൾ ഏത് ലോങ് ചെയിൻ എടുത്താലും അതിലെ ലോങ് ചെയിനിൽ ഏറ്റവും കൂടുതൽ കാർബണേറ്റ് ആണെങ്കിൽ ബ്രാഞ്ച് ഒക്കെ സെയിം ആയിരിക്കും. അവരുടെ നെയിം സെയിം ആയിരിക്കും. ഫൈനൽ വരും. ബ്രാഞ്ചിന്റെ പേര് ഈത്തൈൽ എന്നാണ്. ETHYL. ഈത്തൈൽ. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 3. തേർഡ് പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത്. IUPAC നെയിം 3 ethyl pentane. 3 ethyl. ETHYL. 5 കാർബണേറ്റും പെന്റെയിൻ. ലാസ്റ്റ് വൺ. ഫാസിൽ പറഞ്ഞോ. നമ്പർ ഓഫ് കാർബണേറ്റം ഇൻ മെയിൻ ചെയിൻ
4. ഏതാ മെയിൻ ചെയിൻ? സ്ട്രൈറ്റ് ലൈൻ, സ്ട്രൈറ്റ് ആയിട്ട്. സ്ട്രൈറ്റ് ആണോ മെയിൻ ചെയിൻ? ആ. നീ എല്ലാ ചെയിനും ഒന്ന് പറഞ്ഞു, ഏതൊക്കെ ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞതില് മൊത്തം ഏതൊക്കെ ചെയിൻ ഉണ്ട്? ലെഫ്റ്റിന് ഡൗണിലേക്ക്, റൈറ്റിന് ലെഫ്റ്റിന്ന് ഡൗണിലേക്ക്. ലെഫ്റ്റിന്ന് താഴത്തോട്ടുള്ളതിൽ എത്ര കാർബൺ ഉണ്ട്? 4. സ്ട്രൈറ്റ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 4. ഇനി ഇതിൽ എത്ര കാർബൺ ഉണ്ട്? താഴേന്ന് റൈറ്റിലോട്ട് 5. അപ്പൊ ഏതോ ലോങ് ചെയിൻ? റൈറ്റിന് താഴത്തേക്ക്. തെറ്റാനുണ്ടോ? ശ്രദ്ധയില്ലാണ്ട് ചുമ്മാ വിളിച്ചു പറയുകയാണ്. നോക്കി നോക്കി ശ്രദ്ധിച്ച് പറയടാ ഫാസിലെ. അപ്പൊ എത്ര കാർബണേറ്റ് ലോങ് ചെയിൻ എത്ര കാർബണേറ്റ് ഉണ്ട്? അപ്പൊ ഫാസിൽ 5. ഏതാ ബ്രാഞ്ച്? ഇതാണ് ലോങ് ചെയിനിങ്. ഏതാ ബ്രാഞ്ച്? ഇതാണ് ലോങ് ചെയിൻ. അപ്പൊ ബ്രാഞ്ച് ഏതാ? ഈ ആണോ? ഈ തേയിൽ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര കാർബൺ ഉണ്ടാവും ആ ബ്രാഞ്ചിൽ? 2 കാർബൺ ഉണ്ടോ ബ്രാഞ്ചില്? ഇതിലെ ബ്രാഞ്ച് ഏതാ? ഇതില് CH3. അത് എത്ര കാർബൺ ഉണ്ട് അതില്? 1. അപ്പൊ പേരെന്ത് വരും ബ്രാഞ്ചിന്റെ? അപ്പൊ ഈ മാറി എം ആയില്ലേ? ഇപ്പൊ മീത്തയിലാണ് കേട്ടോ. എത്രാമത്തെ നമ്പറിലാണ് വന്നത്? ഏത് പൊസിഷനിലാണ് വന്നത്? മനസ്സിലായി? കേട്ടില്ല. തേർഡ് പൊസിഷനിൽ. ലെഫ്റ്റിന്ന് താഴത്ത്, ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്താലും റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്താലും തേർഡ് പൊസിഷനിൽ വരുള്ളൂ. പേര് പറഞ്ഞേന്. 3 മീഥൈൽ ബ്യൂട്ടൈൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടടാ? 5. അപ്പൊ എന്ത് പേര് റൂട്ട് എന്ത് വരും? പെൻഡൈൻ. ഈ ഞാനിങ്ങനെ ഓൺലൈനിൽ ഇരുന്നിട്ട് കാണാൻ നല്ല സുഖമുണ്ടല്ലോ നിങ്ങൾക്ക്. ചില ക്ലാസ്സിലെ ഞാൻ എങ്ങനെ കിടന്ന് കേൾക്കാനാണ്. ഒന്ന് ശ്രദ്ധിച്ച് പറയാൻ പാടില്ല. ഇതൊക്കെ എന്ത് സിമ്പിൾ കാര്യമാണ്. നമ്മൾ എത്ര സമയം എടുത്തു? ഇന്ന് 4ാമത്തെ ക്ലാസ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ. അതിൽ 2ാമത്തെ ക്ലാസ് മുതൽ ഈ കാര്യം പറഞ്ഞു കൊടുക്കണതാണ്. എന്നൊക്കെ പറഞ്ഞു കൊടുക്കണതാണ്. എന്നിട്ട് സംശയമാണ്. ശ്രദ്ധിച്ച് പറയാൻ ശ്രദ്ധയില്ല ഒട്ടും ആർക്കും. ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ ഇരുന്ന് ചിലപ്പോ സിനിമ കാണണമെന്നില്ല, 1 മണിക്കൂർ സിനിമ കാണാൻ വേണ്ടി ഇങ്ങനെ കയറിയിരിക്കാം. കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും. ഒരു കുറ്റനുണ്ട്, ഞാൻ ആരെയൊന്നും പറയില്ല. ഈ ക്ലാസ്സിലാണ് മറ്റേ ക്ലാസ്സിലാണ് ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ എണീക്കുള്ള ആള്. നീ ഇരുന്നിരുന്ന് നിങ്ങൾ ഉറയും. നിങ്ങളെ തന്നെ നോക്കിക്കോളാം കേട്ടോ. അതില് എനിക്കൊരു പരിധി ഉണ്ട് നോക്കണില്ല. ഞാൻ ക്ലാസ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതിലൊന്നും നടക്കുള്ളൂ. ഇവിടെ വന്നിരിക്കുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാറുണ്ട്. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് 3 ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് 3 വന്നത് മേളിലത്തൊക്കെ മനസ്സിലായി. ഇത് 3ാമത്തെയാണോ മനസ്സിലാവാത്ത? താഴത്തെയാണോ? 4ാമത്തെയാണോ മനസ്സിലാവാത്ത? ഒന്ന് എടുത്തേ നോക്കിക്കോട്ടോ. CH3 CH2 CH CH2 CH3 CH3 ഇതാണ് കോമ്പൗണ്ട്. ഇതിലെ മെയിൻ ചെയിൻ ഇതാക്കി എടുത്തു. നമ്മൾ മെയിൻ ചെയിൻ ഇതാക്കി എടുത്തു. മെയിൻ ചെയിനെ നമ്പർ ചെയ്യണം. ലെഫ്റ്റ് റൈറ്റും റൈറ്റിലും നമ്പർ ചെയ്യാണ്. 1 2 3 4 5. തിരിച്ച് നമ്പർ ചെയ്യാണ്. 1 2 3 4 5. അത് ഇതാണ് ബ്രാഞ്ച്. ബ്രാഞ്ച് റൗണ്ട് ചെയ്തേക്കുന്നതാണ്. ബ്രാഞ്ച് വന്ന കാർബൺ ആറ്റം ഇതാണ്. അപ്പൊ അതിൽ ഏത് നമ്പർ വന്നേക്കുന്നത്? 3 ആണല്ലോ. അതുകൊണ്ട് 3 പൊസിഷൻ ഉള്ളൂ കേട്ടോ.
ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കിക്കേ. നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച് ഹൈഡ്രോ കാർബൺ. ഇനി സംശയം ഉണ്ടെന്ന് പറയരുത്. സർ ഒന്ന് സ്ക്രോൾ ചെയ്യോ? അയാൾ ടൈം മാറ്റിയത് പറഞ്ഞില്ലായിരുന്നോ? അതറിയാം, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അടുത്തത് എവിടെ മുതലെടുത്തു? ബ്രാഞ്ചഡ് ആൽക്കെയിൻസിന്റെ ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺസിന്റെ നെയിമിംഗ് ആണ് പറഞ്ഞത്. സർ 2-ethyl butane എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടോ? 2-ethyl butane ഇല്ല ഇല്ല ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാത്തെന്ന് പറഞ്ഞുതരാം കേട്ടോ. പേര് എഴുതാം. അതിപ്പോ പറയാനില്ല, പിന്നെ പറയാം. നാളെ ചോദിച്ചാൽ പറയാം. ആ ടോപ്പിക്ക് നമ്മൾ എടുത്തിട്ടില്ല. നാളെ ചോദിക്കണോട്ടോ അത്. ഞാൻ മറന്നു. സംശയം ചോദിച്ചോട്ടോ അതിനുണ്ടെങ്കിൽ. പിന്നെ സാർ നമുക്കിപ്പോ കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ ചെയിനും ബ്രാഞ്ചും എഴുതാൻ ചോദിക്കൂ. ചോദിക്കും കേട്ടോ. അതിന്റെ സ്ട്രക്ചർ എഴുതാൻ ചോദിക്കും. ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ സ്ട്രക്ചർ എഴുതാൻ ചോദിക്കും. പേര് വന്നിട്ട് ഇപ്പൊ നമ്മള് പേര് എഴുതുക ചെയ്തത്. തിരിച്ചു ചോദിക്കും. ഇനി ഒരു IUPAC നെയിം തരും. IUPAC നെയിം വന്നിട്ട് റൈറ്റ് ദി സ്ട്രക്ചർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഇന്ന് എടുക്കണില്ല, നാളെ എടുക്കുക. വലിയ പാടൊന്നുമില്ല, സിമ്പിൾ ആണ്. ഇതിനേക്കാൾ എളുപ്പമാണ്. തെറ്റൂല. അത് തെറ്റാണത് ഇതാണ്. ഇതാണ് തെറ്റാൻ ചാൻസ് ഉള്ളത്. മറ്റേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാൻ? എന്തെങ്കിലും സംശയം? ഒന്നുമില്ല. ആയാ ലാസ്റ്റത്തെ ഒന്ന് കാണിക്കൂ. 3-methyl pentane. അത് ഈത്തയിലല്ലേ? ഫോർത്ത് കൊണ്ടാണോ? അല്ല, ലോങ് ചെയിൻ നോക്കിക്കതില്ല. ലോങ് ചെയിൻ ഡൗൺ ടു റൈറ്റ് ആണ്. ഈത്തയിൽ ഇതിൽ തേർഡ് വൺ മാത്രമേ ഉള്ളൂ. 2 ബ്രാഞ്ചില്ലേ? ഇല്ല, ഒരു ബ്രാഞ്ച് ഉള്ളൂ. ലോങ് ചെയിൻ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളത് നോക്കാം. ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതൊന്നും കൂടി നോക്കിയിരിക്കുന്ന സംശയമാണ്. ഈ ഒരു കോമ്പൗണ്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു അത് എത്ര ബ്രാഞ്ച് ഉണ്ടോ എല്ലാ ബ്രാഞ്ചും നോക്കണം. തെറ്റാൻ വളരെ ചാൻസ് കൂടിയ ഒരു ടോപ്പിക്കാണ്. ഇതൊരു ബ്രാഞ്ച്, ഇതൊരു ചെയിൻ ആണ്, ഇതൊരു ചെയിൻ ആണ്, ഇതൊരു ചെയിൻ ആണ്. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു നോക്കിക്കോണേ, റഫായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈൻ വരച്ച് നോക്കണം. എന്നിട്ട് ഒരേ ലൈനിന്റെ മുകളിൽ നമ്പർ ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ചെയിനിൽ 4 കാർബൺ ആറ്റം ഉണ്ട്. സംശയമുള്ളവർ മാത്രം കേട്ടോ. ഇത് സ്പീഡായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ലെഫ്റ്റ് ടു ബോട്ടം 4 കാർബൺ ആറ്റംസ് ഉണ്ട്. ബോട്ടം ടു റൈറ്റ് 5 കാർബൺ ആറ്റംസ്. ഇതാണ് ലോങ് ചെയിൻ. ലോങ് ചെയിനിലുള്ള കാർബൺ ആറ്റം ഒഴിച്ച് ബാക്കി എല്ലാം ബ്രാഞ്ചസ് ആണ്. ഞാനിപ്പോ ബോക്സിൽ വരച്ചേക്കുന്ന കാർബൺ ആറ്റം ഒഴിച്ച് ബാക്കി എല്ലാം ബ്രാഞ്ച് ആയിരിക്കും. ഇതിൽ ഇത് മാത്രമേ ബ്രാഞ്ച് ഉള്ളൂ. CH3 മാത്രമേ ബ്രാഞ്ച് ഉള്ളൂ. ഇനി കണ്ടുപിടിക്കും. എലിസബത്ത് സർ, ബോട്ടം ടു റൈറ്റ് ലോങ് ചെയിൻ അത് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതിയിട്ട് ബ്രാഞ്ച് കൊടുത്താലും ശരിയാണോ? സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാണ്ടിരിക്കുന്ന നല്ലത്. ക്വസ്റ്റിൽ തന്നതുപോലെ തന്നെ നമുക്ക് ഇത് എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ മാർക്ക് വന്നത് ഫൈനൽ ആൻസർ ആണ്. നിങ്ങൾ ഇത് എന്തോരം എടുത്ത് എഴുതിയാലും മാർക്ക് കിട്ടില്ല. ഫൈനൽ ആൻസറിൽ ഒരു എന്നും മാറി ഒരു ആയാൽ മതി. തെറ്റിപ്പോയി. ഈത്തയിൽ മാറി മീത്തയിൽ കഴിഞ്ഞ് തെറ്റിപ്പോയി. അല്ലെങ്കിൽ മീത്തയിൽ മാറി ഈത്തയിലായി തെറ്റിപ്പോയി. ബ്യൂട്ടൈൻ മാറി പെൻറ്റൈൻ കഴിഞ്ഞ് തെറ്റിപ്പോയി. ഇതിന് സ്റ്റെപ്പിന് മാർക്ക് ഇല്ല. ഈ ഒരു ചാപ്റ്ററിൽ സ്റ്റെപ്പിന് മാർക്ക് ഇല്ല. നിങ്ങൾ എത്ര നമ്പർ ചെയ്ത് വെച്ചാലും ഫൈനൽ ആൻസറിനെ നോക്കുക. അതിനാ മാർക്ക്. അതാണ് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ശരിയായി കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ്. വേറെ ചാപ്റ്ററിനെ പോലെ ഒന്നുമല്ല. മോൾ കോൺസെപ്റ്റിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതിക്കാൻ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത മാർക്ക് ഉണ്ട്. ഫൈനൽ ആൻസറിന് മാർക്ക് ഉണ്ട്. പക്ഷെ ഇതിന് ഒറ്റ മാർക്കുള്ളൂ. ഫൈനൽ ആൻസർ ഉള്ളു. പേരാണ്. പേര് മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അയാൻ എന്ന് പറഞ്ഞ പേര് വേറെ ഇയാൻ എന്ന് വായിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ആ കോമ്പൗണ്ടിന് ആ പേര് തന്നെയാണ് എഴുതാൻ പറ്റുള്ളൂ.
ആ പേരിൽ ഒരു ലെറ്റർ മാറിക്കഴിഞ്ഞാൽ വേറെ ആളായി പോയി. ഒന്നും കൂടി ക്ലിയർ ആവണം. ഞാൻ ഒരു 2 എക്സാമ്പിൾ കൂടി തരാം. 2 എക്സാമ്പിൾ കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്. അത്യാവശ്യം എല്ലാ കോമ്പൗണ്ടും പറഞ്ഞു കഴിഞ്ഞു, സിമ്പിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ചെയ്തോട്ടോ ഒരു കോമ്പൗണ്ട്. ആ അയാൻ ഡൗട്ട് ആയിരുന്നു. അയാൻ ഡൗട്ടാണോ? പറഞ്ഞോ. സാർ ഈ നമുക്ക് ഈ ബ്രാഞ്ചിലെ ഹൈഡ്രോ കാർബൺസിന്റെ സ്ട്രക്ചറിന് മോളിക്കുലർ ഫോമിൽ എഴുതാൻ പറ്റില്ല? മോളിക്കുലർ ഫോമിൽ എഴുതേണ്ട ആവശ്യമില്ല. മോളിക്കുലർ ഫോമില നമുക്കിനി മോളിക്കുലർ ഫോമിൽ ആവശ്യം വരുന്നത് ചാപ്റ്ററിന്റെ ലാസ്റ്റിലാണ്. അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോമിലെയും കണ്ടൻസ് ഫോമിലെയും മാത്രം മതി. IUPACനെയും മോളിക്കുലർ ഫോമിലിൽ ഇതുവരെ പഠിച്ചതിൽ വേറെ ക്വസ്റ്റ്യൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ചാൻസ് ഉള്ളത് ഇനി ലാസ്റ്റ് ടോപ്പിക്കിലാണ്, ഐസോമറിസം എന്ന ടോപ്പിക്കിലാണ് മോളിക്കുലർ ഫോമിൽ ആവശ്യം. അറിഞ്ഞിരിക്കണം മോളിക്കുലർ ഫോമിൽ എന്നാൽ. കിട്ടിയോ? നെയിം കിട്ടിയോ? അബ്ദുൽ കരീം. ലോങ് ചെയിൻ ഏതാ? ലെഫ്റ്റ് ടു റൈറ്റ് അടിയില്. ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് ടു ബോട്ടാണ് ഉദ്ദേശിച്ചത്. ലെഫ്റ്റ് ടു ബോട്ടം അടിയിലേക്ക്. ലെഫ്റ്റ് ടു ബോട്ടം, അതായിട്ടുണ്ട്. പിന്നെ ബോട്ടം, ഇതാണ് ലോങ് ചെയിൻ. ഇനി ഇത് തന്നെയല്ലേ സ്ട്രേറ്റ് ചെയിൻ? ഒന്ന് നോക്കിക്കേ. ഇല്ല, അത് തന്നെയാണ് സ്ട്രേറ്റ് ചെയിനും. അപ്പൊ വേണമെങ്കിൽ സ്ട്രേറ്റ് ചെയിൻ എടുക്കാം. ഇനി ഇത് എടുത്താലും അതെടുത്താലും സെയിം ആൻസർ കിട്ടുള്ളൂ കേട്ടോ. അതിലൊന്നും വ്യത്യാസമില്ല. ഇത് എടുക്കരുത്. ബോട്ടം ടു റൈറ്റ് എടുക്കാൻ പാടില്ല, തെറ്റാണ്. അത് ലോങ് ചെയിൻ അല്ല. ഇതിനെ നമ്പർ ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ലെഫ്റ്റ്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് 4th പൊസിഷനിലേക്ക് കിട്ടും. 4ാമത്തെ കാർബൺ. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ ഏത് പൊസിഷനിലേക്ക് കിട്ടും? സാർ 3 ഏത് പൊസിഷൻ? 3rd പൊസിഷൻ. അപ്പൊ ഇതിൽ ഏത് നമ്പർ എടുക്കും? 4 എടുക്കോ 3 എടുക്കോ? 3 എടുക്കും. 3 എടുക്കും. ഇതിലെ ബ്രാഞ്ച് ഏതാ? ഇതില് ബ്രാഞ്ച് ഏതാണ്? ബ്രാഞ്ച് CHO. ബ്രാഞ്ച് ഏതാണ്? ബ്രാഞ്ച് അടിയിലോട്ടുള്ളതോ? നീയല്ലോ ലോങ് ചെയിൻ അത് ഇതാക്കി എടുത്തത്. നീ പറഞ്ഞ ലോങ് ചെയിന് ലെഫ്റ്റിന്റെ താഴത്തോട്ടുള്ളതാണ്. അന്ന് മറ്റേ ലോങ് ചെയിൻ അടിയിലേക്കാണ്, ഇങ്ങോട്ടേക്ക് ബ്രാഞ്ച്. നീ ഇപ്പൊ സത്യം പറഞ്ഞ ഏതാ മെയിൻ ചെയിൻ? സാറ് പറഞ്ഞില്ലേ മറ്റേ ഇങ്ങനെ എടുക്കാന്ന്, അപ്പൊ അങ്ങനെ എടുക്കും. നീയല്ലേ എന്നോട് പറഞ്ഞത് ലെഫ്റ്റ് ടു ബോട്ടം എടുക്കാൻ? മെയിൻ ചെയിൻ ലെഫ്റ്റ് ടു ബോട്ടം മെയിൻ ചെയിൻ ആണെങ്കിൽ ബ്രാഞ്ച് ചെയ്തായിരിക്കും. ബ്രാഞ്ച് ഇങ്ങോട്ട് റൈറ്റിലേക്ക്. ഈ എടുത്ത് പറ, എന്താണ് ആ ബ്രാഞ്ചിന്റെ പേരെന്ന് പറ. 3 ആയിരിക്കും. ബ്രാഞ്ചിന്റെ പേരുടെ നമ്പർ അല്ല, പേര്. ഈത്തൈൽ. ഈത്തൈൽ 2 നമ്മൾ കണ്ടതാണ്. ഇതാണ് ബ്രാഞ്ച്. കൗണ്ട് ചെയ്തേക്കാണ് ബ്രാഞ്ച്. ബ്രാഞ്ചിൽ 2 കാർബണാറ്റം ഉണ്ട്. 2 കാർബണാറ്റത്തിന്റെ വേർഡ് റൂട്ട് ഈത്ത് എന്നാണ്. ഈത്ത്. ബ്രാഞ്ച് ആയതുകൊണ്ട് YL ഈത്തൈൽ. ബ്രാഞ്ചിന്റെ പേര് ഈത്തൈൽ എന്ന് വന്നു. ഇനി എന്തുകൊണ്ട് അങ്ങനെ ഒന്നും പറയാട്ടോ. ഇതിന്റെ പേരൊന്ന് പറഞ്ഞ കംപ്ലീറ്റ് ചെയ്തു. പേര് പറഞ്ഞു. IUPACനെ എങ്ങനെയാണോ? ബ്രാഞ്ച്
നീ ആദ്യം മുതൽ നീയാണ് ആൻസർ പറഞ്ഞ. ആദ്യം നീ ഒരു കാര്യം പറഞ്ഞ് പിന്നെ മാറ്റി പറയില്ല അടുത്ത തവണ പറയുമ്പോ. ഏതാ പൊസിഷൻ ഓഫ് ബ്രാഞ്ച്? സോറി സാർ 3 ethyl X. 3 ethyl ഹെക്സൈൻ. ഹെക്സൈൻ. ഹെക്സൈൻ 6 കാർബൺ ആറ്റം. മെയിൻ ചെയിനിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ട്. 3 ethyl ഹെക്സൈൻ. ഇനി ബ്രാഞ്ചിന്റെ പേര് എങ്ങനെ വന്നതെന്ന് നോക്കിക്കോ. നമ്മൾ ഇപ്പൊ രണ്ട് ടൈപ്പ് ബ്രാഞ്ച് ഇപ്പൊ കണ്ടേക്കുന്നത്. ഒന്ന് CH3 ഈ ഒരു ബ്രാഞ്ചും ഈ ഒരു ബ്രാഞ്ചും. ഇതെങ്ങനെ വന്നതെന്ന് നോക്കിക്കോ. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? ഞാൻ ഇപ്പൊ എഴുതിക്കുന്ന കോമ്പൗണ്ടിന്റെ പേരെന്താ? ഒരു കോമ്പൗണ്ടാണ്, കംപ്ലീറ്റ് കോമ്പൗണ്ടാണ്. പേരെന്താണ്? ആര് പറയും? ഹലീമെ പറഞ്ഞു. ഹലീം. ഈ കോമ്പൗണ്ടിന്റെ പേര് പറയും. ഹലീം. ഒരു കാരണമായിട്ടുള്ള കോമ്പൗണ്ട്. ആൽക്കൈൻ. ഒരു കാരണമായിട്ട് എന്ന് പറഞ്ഞാല് വേട്ടോട്ട് എന്ത് വരും? ഹലീം, സിംഗിൾ കാർബണാറ്റത്തിന് വേർഡ് റൂട്ട് എന്താണ്? മെത്തൈൻ. ഈതൈൻ. ഈതൈനോ? മെത്തൈൻ, മീത്തൈൻ എന്തുകൊണ്ടെങ്കിലും പറയുന്നു. ഈതൈൻ ആണ് ഇത് കോമ്പൗണ്ടിന്റെ പേര്. ഓക്കെ. ഇനി CH4ഉം CH3ഉം തമ്മിൽ എന്താ വ്യത്യാസം? ഒരാളുടെ വ്യത്യാസമല്ലേ? ഒരു ഹൈഡ്രജന്റെ കുറവല്ലേ? ഇനി ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. ഒരു ആൽക്കെയിൻ, ഇതൊരു ആൽക്കെയിൻ ആണ്. ആൽക്കെയിനിന്ന് ഒരു ഹൈഡ്രജൻ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൽക്കൈലാകും. റൂളാണ് കേട്ടോ അത്. ആൽക്കെയിനിന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൽക്കൈലാകും. ആൽക്കൈൽ. ഇനി മീത്തൈനിന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്താൽ അതെന്താകും? ആൽക്കൈനിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ അത് ആൽക്കൈലാകും. മീത്തൈനിന്ന് റിമൂവ് ചെയ്താൽ എന്താകും? അത് മീത്തൈൽ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ മീത്തൈൽ എന്ന് വിളിക്കുന്നത്. ഇനി ഈ CH3നെ വേറൊരു പേരിൽ പറയും, ആൽക്കൈൽ റാഡിക്കൽ എന്ന് പറയുന്നത്. ആൽക്കൈൽ റാഡിക്കൽ. ഇനി എന്താണ് റാഡിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് റാഡിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റാഡിക്കൽ ആണ്. കംപ്ലീറ്റ് അല്ലാത്ത കോമ്പൗണ്ട്, അതിന്റെ റാഡിക്കൽ എന്ന് പറയും. ഈ കോമ്പൗണ്ട് കംപ്ലീറ്റ് അല്ലല്ലോ, ഒരു ബോണ്ട് ഫ്രീ ഇല്ലേ? നോക്കി, ഒരു ബോണ്ട് ഫ്രീ ഇല്ല. ആ ബോണ്ടിന്റെ അറ്റത്ത് ആരും ഇല്ലല്ലോ കേട്ടോ. ഇല്ലല്ലോ, കാലിയില്ലേ? റൈറ്റ് സൈഡിൽ കാലിയില്ല, ആരും ഇല്ലല്ലോ. ഇതിനാണ് റാഡിക്കൽ എന്ന് പറയുന്നത്. ഒരു കോമ്പൗണ്ട് കംപ്ലീറ്റ് അല്ലാത്ത സ്റ്റേജിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ റാഡിക്കൽ എന്ന് പറയും. അതുകൊണ്ട് ഇതിനെ നമുക്ക് ആൽക്കൈൽ റാഡിക്കൽ എന്ന് പറയാം, അല്ലെങ്കിൽ മീത്തൈൽ റാഡിക്കൽ എന്ന് പറയും. പഠിക്കണ്ട കേട്ടോ, ഇത് എക്സ്ട്രാ കാര്യമാണ്. സിമിലർലി ഞാൻ ഇപ്പൊ എഴുതുന്ന കോമ്പൗണ്ടിന്റെ പേര് എന്ന് പറഞ്ഞാൽ CH3. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? ഈത്തൈൻ എന്നാണ് കോമ്പൗണ്ടിന്റെ പേര്. മെത്തൈൻ, ഈത്തൈൻ. ഈത്തൈനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മൈനസ് ചെയ്തു, പേരെന്തായി? ഈ തൈലായി കേട്ടോ. ഇത്രയുള്ള കേസ്. ഇതിനെ ഈത്തൈൽ റാഡിക്കൽ എന്ന് പറയും. നോക്കി, ഇതിലും ഒരു ബോണ്ട് ഫ്രീ ആണ്, കംപ്ലീറ്റ് അല്ല കോമ്പൗണ്ട്. അതുകൊണ്ട് അതിനെ റാഡിക്കൽ എന്ന് പറയും, ഈത്തൈൽ റാഡിക്കൽ. ആ കേസ് അവിടെ പറയണ്ട ടെക്സ്റ്റ് ബുക്കിൽ. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കിക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 102 പറയണ്ട്. 102 കണ്ടോ? ആൽക്കൈൽ റാഡിക്കൽ. സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. ഇപ്പൊ വായിക്കണ്ട, തിരിച്ചു വാ, പിന്നെ വായിക്കാതെ. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വായിച്ചാൽ മതി. ഇപ്പൊ വായിച്ചു നമുക്ക് അതിന്റെ ആവശ്യമില്ല, എക്സാമിനൊന്നും വരില്ല. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം വളരെ കുറവാണ് വരില്ല. നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങളില്ലേ? ബ്രാഞ്ചിൽ ഹൈഡ്രോ കാർബൺ പഠിച്ചില്ലേ? കുറെ സമയം എടുത്ത് പഠിച്ചല്ലോ. അത് ചാൻസ് കുറവാണ് വരില്ല. ഇന്നലെ ഇത് തന്നെയല്ലേ പറഞ്ഞത്.
ടോപ്പിക് പഠിച്ചതിനൊക്കെ അത് വരില്ല. ഇത് ചാൻസ് കുറവാണ്, വരാറുണ്ടെന്ന്. ചാൻസ് ഏറ്റവും ചാൻസ് ഉള്ളത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. ഇത്ര സമയം എടുത്ത് പഠിക്കുന്നത് അടുത്ത ടോപ്പിക്കും അത്യാവാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ടോപ്പിക്ക് നിങ്ങൾ അത് അതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. ഇതൊക്കെ ക്ലിയർ ആണ്. ചെറിയ വ്യത്യാസമുള്ളൂ. ഇപ്പൊ നമ്മൾ പഠിച്ച എല്ലാ കോമ്പൗണ്ടിലും ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു, ഒരു സിംഗിൾ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ടോപ്പിക്കാണ് നെയിമിംഗ് ഓഫ് നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച്. മോർ ദാൻ വൺ ബ്രാഞ്ച്, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടാവും. ഒരു ബ്രാഞ്ച് അല്ല, അതിൽ കൂടുതൽ ബ്രാഞ്ച്. ഇനി ഇതിനും വേറെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. നമ്മളൊരു സെറ്റ് ഓഫ് റൂൾസ് പഠിച്ചു, ഇതിന് വേറെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. പഴയ റൂള് പോലെ തന്നെയാണ്, ആ റൂളിൽ നിന്ന് ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ വരും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്ന് 2 സ്റ്റെപ്പ് എക്സ്ട്രാ വരും. പഴയ റൂള് തന്നെയാണ്, ഇതിൽ 2 സ്റ്റെപ്പ് എക്സ്ട്രാ വരും. കോമ്പൗണ്ട് നോക്കാം നമുക്ക്. CH3 ഇതിൽ ലോങ് ചെയിൻ ഏതാ? ഇതിൽ ലോങ് ചെയിൻ ഒന്ന് കണ്ടുപിടിച്ചു. ഇപ്പൊ നോട്ട്ബുക്കിലോട്ടൊന്നും എഴുതണ്ട കേട്ടോ, മൊത്തം ഇവിടെ ശ്രദ്ധിച്ചു. ബിലാലെ ഇതിൽ ലോങ് ചെയിൻ ഏതാ പറഞ്ഞു? ലെഫ്റ്റ് ഡൗൺ. ലെഫ്റ്റ് ടു ഡൗൺ. ലെഫ്റ്റ് ടു ഡൗൺ ഇതാണോ? അതിൽ എത്ര കാർബണേറ്റ് ഉണ്ട്? അതിൽ ഇതാണ് കാർബണേറ്റ് ഉണ്ട് ബിലാലെ. 5. ലെഫ്റ്റ് ടു ഡൗണില് ലെഫ്റ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇത്രയും വന്നോളൂ കേട്ടോ. ഇത്ര കാർബണേറ്റ് ഉണ്ട് അതിൽ. സാറിന് മറ്റേതും എടുക്കണം. മറ്റേ എടുക്കാൻ പറ്റില്ല. ലെഫ്റ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, 3 കാർബണേറ്റേ ഉള്ളൂ ലെഫ്റ്റ് ഡൗൺ. ഇനി വേറെ ലെഫ്റ്റ് ഡൗൺ ഉണ്ട്, അതാ സ്ട്രേറ്റ്. സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. സ്ട്രേറ്റില് ഇതാണ് സ്ട്രേറ്റ്. അതിലെത്ര കാർബണേറ്റ് ഉണ്ട്? 4. നമ്മളെല്ലാം നോക്കണം കേട്ടോ, എല്ലാ പോസിബിലിറ്റിയും നോക്കണം. ഇപ്പോ ബിലാല് പറഞ്ഞത് ഒരു ചെയിനാണ്, ലെഫ്റ്റ് ടു ഡൗൺ ഒരു ചെയിനാണ്, സ്ട്രേറ്റ് വേറെ ചെയിനാണ്. ഒന്ന് കാണിച്ചു തരാം, എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. വരയ്ക്കുമ്പോൾ 1 by നോക്കിപ്പോകാം കേട്ടോ. പിന്നെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോയി, മാറിപ്പോകും. ഓക്കെ, ഇതൊരു ചെയിൻ. ഈ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? എങ്ങോട്ട് പെട്ടെന്ന് കാണിച്ചു. എത്ര കാർബൺ ഉണ്ട്? 3. ഇനി ഇതൊരു ചെയിൻ ഇപ്പൊ വരച്ചത്, അതിലെത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. ഇനി ഇതൊരു ചെയിൻ, എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. ഇനി ഇത് വേറൊരു ചെയിൻ, എത്ര കാർബൺ ഉണ്ട്? 4. ഇനി ഇതൊരു ചെയിൻ, എത്ര കാർബൺ ഉണ്ട്? 3. ഇനി ഇതൊരു ചെയിൻ, എത്ര കാർബൺ ഉണ്ട്? 4. അപ്പൊ ഇതിൽ ഉള്ളത് ഒന്ന് 3 കാർബണുള്ള ചെയിൻ ഉണ്ട്, ദെൻ 4 കാർബണുള്ള ചെയിൻ. ഇതിൽ നമ്മൾ എഴുതിയെടുക്കും 4 കാർബൺ കൊടുക്കും കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ ചെയിൻ, ഏറ്റവും കൂടുതൽ കാർബണായിട്ടുള്ള ചെയിൻ. വേറെ എങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ കൊണ്ടേ വരയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഇതില് ഞാൻ നേരെ എടുത്തു, പിന്നെ ഞാൻ ഇയാളെ കൂടി എടുത്തു, അങ്ങനെ പറ്റില്ല. ചെയിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചങ്ങല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതിങ്ങനെ ചെയിൻ ഉണ്ടാവും, മറ്റേ ആളായിട്ട് കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ വേണം. നിങ്ങൾക്ക് കട്ടാവാണ്ട് ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും എല്ലാ കാർബണേറ്റും തമ്മിൽ. അതാണ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ 4 കാർബണേറ്റുള്ള ഏത് ചെയിൻ എടുത്താലും എല്ലാത്തിലും സെയിം പേരായിരിക്കും. 4 കേട്ടോ, 4 കാർബണേറ്റുള്ള ഏത് ചെയിനെങ്കിലും എടുത്താലും അതിന്റെ പേരെല്ലാം സെയിം ആയിരിക്കും. ഇതിൽ 4 കാർബണേറ്റുള്ള 4 ചെയിൻ ഉണ്ട് അല്ലെ? 4 കാർബണേറ്റുള്ള 4 ചെയിനിൽ ഇതില് ഒന്ന് ലെഫ്റ്റ് ടു ഡൗൺ, പിന്നെ റൈറ്റ് ടു ഡൗൺ, സ്ട്രെയിറ്റ് ചെയിൻ, ബോട്ടം ടു അപ്പ്, ദെൻ റൈറ്റ് ഡൗൺ, അങ്ങനെ ഒരു ചെയിൻ. അതിൽ 4 കാർബണേറ്റ്. ഇതിൽ നിങ്ങൾ ഏതെടുത്താലും സെയിം പേരായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയിൻ ലോങ് ചെയിൻ ആയിട്ട്, ഇതിനെ ലോങ് ചെയിൻ ആയിട്ട് CH3, CH2, CH2, CH3 ഇതാണ് ലോങ്. സോറി, ബ്രാഞ്ച് കൂടി വരും CH3, CH3.
മെയിൻ ചെയിൻ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ പഠിച്ച രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ആലോചിച്ച് നോക്കി, എന്തായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ്? മറിച്ച് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതൊക്കെ ഇപ്പൊ ബൈഹാർട്ടായിരിക്കുന്ന സമയം. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്പറിംഗ് ദ ചെയിൻ അല്ലെ? നമ്പറിംഗ് ദി ചെയിൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്. നമ്പർ 1 2 3 4 തിരിച്ചു 1 2 3 4. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ, ഇതാണ് ഇമ്പോർട്ടന്റ്. ഇത് നാളെ ഇനി പറയില്ല, ഇതാണ് റൂൾ. ഈ റൂളിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാം അടുത്ത ക്ലാസ്സിൽ എഴുതാൻ പോകുന്നത്, എക്സാമിന് എഴുതാൻ പോകുന്നത് എല്ലാം നിങ്ങൾ ഇതിന്റെ ബേസ് ചെയ്ത് എഴുതാൻ പോകുന്നത്, ഈ ക്ലാസ്സിന്റെ ബേസ്. 4:15 സോറി 5:15. ഈ 5:15 മുതൽ 5:30 വരെ പറയുന്ന കാര്യങ്ങൾ കേട്ടിരുന്നോളാം. ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ക്ലാസ്സും കേട്ടിരിക്കണം. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് വന്ന കാര്യമാണ് കേട്ടത്. ഇത് തന്നെയാണ് വരാൻ പോകുന്നത് എക്സാം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കി, നമ്മൾ നമ്പർ ചെയ്തു എല്ലാ സൈഡും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താ? റൂളിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ്? ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ വരുന്ന നമ്പർ നമ്മൾ എടുക്കണം. ബ്രാഞ്ചിന് ലോവസ്റ്റ് വരുന്ന നമ്പർ എടുക്കണം. പക്ഷെ ഇതിൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? നമ്മൾ ഇതിനെ ലോങ് ചെയിൻ ആയിട്ട് ഫിക്സ് ചെയ്തു കേട്ടോ. ഇതിന് നമ്മൾ ലോങ് ചെയിൻ, ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് ഫിക്സ് ചെയ്തു. മെയിൻ ചെയിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ബ്രാഞ്ചസ് ആണ്. അപ്പൊ ഇതിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട്? 2 ബ്രാഞ്ച്. ആ ബ്രാഞ്ച് ഏതൊക്കെയാ? ഒന്ന് ഇതും 2 ഇതും. 2 ബ്രാഞ്ച്, 2 ഇൻഡിവിജ്വൽ ബ്രാഞ്ച് ആണ് കേട്ടോ, 2 സെയിം ബ്രാഞ്ച് അല്ല. ഒറ്റ ശീലത്തിൽ പെട്ടതല്ല. നിങ്ങൾ മരത്തിന് 2 ബ്രാഞ്ച് ഉണ്ടല്ലേ, അതുപോലെയാണ് ഇത്. ഒരു മരം വരച്ചു കഴിഞ്ഞാൽ അതിൽ 2 ബ്രാഞ്ച് ഉള്ളതുപോലെയാണ് ഇത്. 2 ഡിഫറെന്റ് ബ്രാഞ്ച് ആണത്. ഓക്കെ, അപ്പൊ ഇതില് ഈ 2 ബ്രാഞ്ചും ഏത് ബ്രാഞ്ചാണ്? 2 ബ്രാഞ്ചും ഏത് ബ്രാഞ്ചാണ്? മീഥൈൽ ബ്രാഞ്ച് ആണ് അല്ലെ? 2 ബ്രാഞ്ചിൽ ഒരു കാരണത്താലേ ഉള്ളത് മീഥൈൽ ബ്രാഞ്ച് ആണ്. 2 ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ, മോർ ദാൻ 1 ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ റൂളിലുള്ള വ്യത്യാസം ഇവിടെ ഉണ്ടാവും. മൂന്നാമത്തെ റൂളിലെ വ്യത്യാസമാണ്. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, ബ്രാഞ്ച് ഉള്ള കാരണമായിട്ട് നമ്മൾ എടുക്കും. ബ്രാഞ്ച് ഉള്ള കാരണമായിട്ട് 1 ഇത് 2 ഇത്. ബ്രാഞ്ച് ഉള്ള കാരണത്തിലെ നമ്പേഴ്സ് എല്ലാം നോക്കും. ഇനി ഞാൻ പറഞ്ഞ രീതി നോക്കിക്കോളാം കേട്ടോ. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തപ്പോ ശ്രദ്ധിക്കണം, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തപ്പോ ഏതൊക്കെ പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തത് 2 and 3. 2ലും 3ലും ആണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റോട്ട് നമ്പർ ചെയ്തപ്പോ വന്നത്. നോക്കി, ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്നത് 1 2 3. 2ലും 3ലും ആണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിലോ, റൈറ്റിന്റെ ലെഫ്റ്റോട്ട് നമ്പർ 2 and 3 തന്നെ. ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്തപ്പോ നോക്കി 2ലും 3ലും. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ 2 നമ്പേഴ്സിന്റെ സം എടുക്കണം. 2 + 3 എത്ര കിട്ടും? 2 + 3 5. 2ഉം 5 ആണ്. ഇനി റൂൾ അനുസരിച്ച് റൂള് പറയുന്നത് ഇതിൽ ഏത് സമ്മാണോ ചെറുത് ആ സമ്മിന്റെ നമ്പറിങ് എടുക്കണം. ഇതിൽ 2 സമ്മും സെയിം അല്ലേ? 2 സമ്മും 2 ഉം 3, 2 + 3 5 അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏതെടുത്താലും സെയിം ആൻസർ തന്നെ കിട്ടും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിൽ രണ്ടാമത്തെ പൊസിഷനിലും 3ാമത്തെ പൊസിഷനിലും ബ്രാഞ്ച് ഉണ്ട്. 2 ഉം 3 ആണ് നമ്മുടെ പൊസിഷൻ. 2, 3 പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി ഇതിന്റെ പേര് എഴുതാൻ പോകണം. ലാസ്റ്റ് സ്റ്റെപ്പ് പേര് എഴുതുമ്പോ അടുത്ത റൂള് വരും. റൂളൊക്കെ ഞാൻ എഴുതി തരാം കേട്ടോ. അടുത്ത റൂള് വരാണ്. അടുത്ത റൂള് പറയുന്നത് 2 സെയിം ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ടേം യൂസ് ചെയ്യും. അപ്പൊ ഇതിൽ 2 ബ്രാഞ്ചസും 2ഉം മീഥൈൽ ബ്രാഞ്ചാണ്. 2 സെയിം ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് DI എന്ന് പറഞ്ഞ ഒരു പ്രിഫിക്സ് യൂസ് ചെയ്യും. ഇതിന് പ്രിഫിക്സ് എന്നാ പറയുന്നത് കേട്ടോ. പ്രിഫിക്സ് നമ്മൾ ഇതിന് മുമ്പ് സഫിക്സ് കണ്ടില്ലായിരുന്നു. സഫിക്സ് എന്ന് പറഞ്ഞ ടൈം കണ്ടില്ലായിരുന്നു. സഫിക്സ് എന്ന് പറഞ്ഞ മീനിങ് എന്തായിരുന്നു? സഫിക്സ് മീനിങ് എന്തായിരുന്നു? എൻഡ്, ലാസ്റ്റ് ടൈം എന്നുള്ള മീനിങ് ആയിരുന്നു. പ്രിഫിക്സിന്റെ മീനിങ് എന്തായിരിക്കും? ഫസ്റ്റ് ടൈം കേട്ടോ. സഫിക്സും പ്രിഫിക്സും നിങ്ങളത് ചിലപ്പോ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. പ്രീഡിസസർ സക്സസർ എന്ന് പഠിച്ചിട്ടുണ്ടോ? സക്സസർ പ്രീഡിസസർ എന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നാ അത് വേണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇതിനെ നോക്കാം. പ്രിഫിക്സും സഫിക്സും. സഫിക്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ
എൻഡ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എൻഡ് എന്നുള്ള മീനിങ് ആണ്, ലാസ്റ്റ്. പ്രിഫിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ്, ഏറ്റവും ആദ്യം. പ്രീ എന്ന് പറയില്ല, പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ്. പ്രിഫിക്സ് ഏറ്റവും മുമ്പ്. എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സെയിം ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൈ യൂസ് ചെയ്യും. ഈ ഐ എന്ന് പറഞ്ഞ ടൈം യൂസ് ചെയ്യും. രണ്ടും മീഥൈൽ ബ്രാഞ്ച് അല്ലേ? രണ്ടും മീഥൈൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൈ മീഥൈൽ. ഡൈ മീഥൈൽ. ഇനി വേറൊരു കേസ് ഉണ്ട്, 3 ബ്രാഞ്ച് വന്ന കേസ് ഉണ്ട്, 3 സെയിം ബ്രാഞ്ച് വന്ന കേസ് ഉണ്ട്. 3 സെയിം ബ്രാഞ്ച് വന്ന കേസ്. 3 സെയിം ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രിഫിക്സ് യൂസ് ചെയ്യുമായിരിക്കും? സ്കൂളിൽ പഠിച്ച ഓർമ്മയുണ്ടോ? ട്രൈ. സെയിം ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ട്രൈന്ന് യൂസ് ചെയ്യും. ട്രൈ, ട്രയാങ്കിളിലെ ട്രൈ. ഇനി 4 സെയിം ബ്രാഞ്ച് വന്നു കഴിഞ്ഞാലോ? 4 സെയിം ബ്രാഞ്ച് വന്നാലോ? ടെട്ര. ഇത് റെക്ടാങ്കിളിന്റെ റെക്ട് നീക്കാൻ പറ്റില്ല. ടെട്ര എന്ന് പുതിയൊരു ടൈമാണ്. ഇനി അടുത്ത കേട്ടോ, 5 സെയിം ബ്രാഞ്ച് വന്നാലോ? 5 സെയിം ബ്രാഞ്ച് വന്നാലോ? പഠിക്കാനില്ല കേട്ടോ. 5 സെയിം ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ പെൻഡ, പെൻഡഗണ്ട, പെൻഡ. 6 സെയിം ബ്രാഞ്ച് വന്നു കഴിഞ്ഞാലോ? ഹെക്സ, ഹെക്സഗണ്ട, ഹെക്സ. 7 നമുക്ക് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് 2 എണ്ണം മാത്രമാണ് ക്വസ്റ്റ്യൻ എക്സാമിന് വരാറുള്ളൂ. ഡൈയും ട്രൈയും മാത്രമേ വരാറുള്ളൂ. ടെട്ര പോലും വരാറില്ല. പറഞ്ഞോ സാർ? 2 എണ്ണം സെയിം, ഒരെണ്ണം ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ വരുമോ? അത് വരും കേട്ടോ. അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇല്ല, 10th +1 അത് കൊടുത്ത് ബോധർ ചെയ്യണ്ട. എന്നാലും ഞാൻ പറഞ്ഞു തരും ക്വസ്റ്റ്യനിൽ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും ലാസ്റ്റ്. നോട്ട്ബുക്ക് അഭിനയ പറഞ്ഞോ, ബാക്കിയുള്ള നോട്ട്ബുക്ക്. സാർ ഈ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റ് സം ചെയ്തിട്ട് അതില് ലീസ്റ്റ് സം തന്നെയാണ് എടുക്കേണ്ടത്. ലീസ്റ്റ് സം വേറെ കോമ്പൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നോട്ട്ബുക്കിൽ ഹെഡിങ് കൊടുത്തോ, nomenclature of hydrocarbons with more than 1 branch. Nomenclature of hydrocarbons with more than 1 branch. Textbook ഉണ്ട് കേട്ടോ. ഹെഡിങ് നോക്കി എഴുതിക്കോ. Nomenclature of hydrocarbons with more than 1 branch. ഇനി ഈ എക്സാമ്പിൾ എഴുതിക്കോട്ടെ. ഞാനിപ്പോ എഴുതാൻ പോണ എക്സാമ്പിൾ. CH2 CH ഇതിന്റെ നെയിം ചെയ്യും. അപ്പൊ ഒരു പോയിന്റ് ആദ്യം തന്നെ എഴുതിക്കോ. സെയിം റൂൾസ് ആസ് എബവ്. സെയിം റൂൾസ് ആസ് എബവ്. മുകളിലുള്ള സെയിം റൂൾ തന്നെയാണ്. സെയിം റൂൾസ് ആസ് എബവ്. ഇനി താഴെ ഒരു ഫസ്റ്റ് നമ്പർ ഇട്ട് എഴുതിക്കോ. ഫസ്റ്റ് നമ്പർ ഇട്ട് എഴുതിക്കോ. ഐഡന്റിഫൈ all the branches. Identify all the branches. Identify all the branches. Then find the sum of കൊടുത്തോ. അതിന്റെ കൂടെ തന്നെ കോമ ഇട്ട് വേണി അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. സെയിം നമ്പർ തന്നെ അടുത്ത പോയിന്റ് ആയിട്ട് വേണി എഴുതിക്കോ. Find the sum of positions of branches. Find the sum of positions of branches.
ഫൈൻഡ് ദി സം ഓഫ് പൊസിഷൻസ് ഓഫ് ബ്രാഞ്ചസ്. മനസ്സിലായോ പറഞ്ഞത്? ബ്രാഞ്ചസിന്റെ പൊസിഷന്റെ സം കണ്ടുപിടിക്കും. ഫൈൻഡ് ദി സം ഓഫ് പൊസിഷൻസ് ഓഫ് ബ്രാഞ്ചസ് ഫ്രം ഏതൊക്കെയാ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്. രണ്ടിലെയും സം കണ്ടുപിടിക്കും. Find the sum of positions of branches from left to right and right to left. അടുത്ത പോയിന്റ് ആയിട്ട് എന്ത് എഴുതണ്ട്? എഴുതിക്കോട്ടെ. സെലക്ട് ദി least one. സെലക്ട് ദി ലോവസ്റ്റ് സം. സെലക്ട് ദി ലോവസ്റ്റ് സം. സെലക്ട് ദി ലോവസ്റ്റ് സം, that is the position of branches. രണ്ടാമത്തെയാണോ? അല്ലാട്ടോ, ഇത് ഒന്നാമത്തെ പോയിന്റ് തന്നെ പറഞ്ഞതാണ്. അതിൽ പോയിന്റ് ബൈ പോയിന്റ് എഴുതാം. ഫസ്റ്റ് നമ്പർ, that is the position of the branches. Select the lowest sum, that is the position of the branches. ഈ സെക്കൻഡ് റൂൾ ഇതാണ് സെക്കൻഡ് റൂൾ. If two same branches are there, we use the prefix. If two same branches are there, comma, we use the prefix prefix. ഇതിന്റെ prefix ഏതാ യൂസ് ചെയ്യണം? di. അത് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടോ. ഡൈ, di. We use the prefix di. ഈ അടുത്തത് എഴുതിക്കോ. നെക്സ്റ്റ് വൺ എഴുതിക്കോ. If three same branches are there, we use the prefix. ഏതാ? try. ഇൻവേർട്ടഡ് കോമയിൽ യൂസ് ദി പ്രിഫിക്സ് try. ഇനി എന്താണ് പ്രിഫിക്സ് എന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോട്ടോ. പ്രിഫിക്സ് പറഞ്ഞ ഫസ്റ്റ് ടൈം, ഫസ്റ്റ്, എല്ലാത്തിനും മുമ്പ്. നമ്മൾ നെയിമിങ് പറഞ്ഞില്ല കേട്ടോ. ഇനി നെയിമിങ് ഈ എക്സാമ്പിളോടെ നോക്കാം. പെട്ടെന്ന് നോക്കിക്കോ. ഈ എക്സാമ്പിൾ ലോങ് ചെയിൻ ഏതാ? പെട്ടെന്ന് പറഞ്ഞേ. ലോങ് ചെയിൻ ഏതാ? ലോങ് ചെയിൻ ഏതാണ്? സ്ട്രെയിറ്റ് ഉള്ളതാണ്. ഇത് ലോങ് ചെയിൻ ആണ്, സ്ട്രെയിറ്റും ലോങ് ചെയിൻ ആണ്. ഞാനപ്പോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലോങ് ചെയിൻ ആണ്. ഇനി നിങ്ങൾ നമ്പർ ചെയ്തിരുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷനിൽ ബ്രാഞ്ച് വരും? ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ 3. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ 1 2 3. 3 വന്നു, പിന്നെയും 3 വന്നു. 3 തന്നെ രണ്ടെണ്ണം വന്നില്ലേ? അപ്പൊ 3 ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ 2 1 2. സെക്കൻഡ് കാർഡിനടുത്തിൽ വന്നത്. സെക്കൻഡ് കാർഡിനടുത്തിൽ രണ്ടെണ്ണം വരും. 2, 2. രണ്ടിന്റെ സമ്മ പിടിച്ച് 6 4. ഫസ്റ്റിന്റെ സമ്മ 6 ആണ്, സെക്കൻഡിന്റെ സമ്മ 4 ആണ്. ഇതിൽ ലോസ്റ്റ് സമ്മ ഏതാ? 4. അപ്പൊ നമ്മൾ ഈ നമ്പറിങ് എടുക്കൂട്ടോ. 4 അല്ല എടുക്കാൻ പോകുന്നത്, ഈ നമ്പറിങ് എടുക്കും. 2, 2. ഇത്ര കാര്യങ്ങളും നാളെ ക്ലിയർ ആയിട്ട് പഠിച്ചു കേട്ടോ. ഓക്കെ, നാളെ സെയിം ടൈമിൽ ക്ലാസ്. സംശയമുള്ളവരൊക്കെ നാളത്തേക്ക് മാറ്റി വെച്ചു. നമ്മുടെ കുറെ സംശയം ക്ലിയർ ചെയ്താണ് എന്ന് തന്നെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോ. ഇർഫാൻ നാളെ ഡൗട്ട് ചോദിക്കണം കേട്ടോ. നാളെ ക്ലാസ്സിൽ അടുത്ത ഡൗട്ട് ചോദിക്കും. ചോദിച്ച ഡൗട്ട്. ഓക്കെ, കാണാം. ശരി, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഇപ്പൊ പഠിപ്പിച്ചതിന്റെ സംശയം ചോദിച്ചോട്ടെ? നാളെ ചോദിക്കും. ഓക്കെ സാർ.